സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഇത്തവണത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് പങ്കിട്ടത് ജയസൂര്യ, സൗബിൻ എന്നിവരായിരുന്നു. അർഹിക്കുന്ന അംഗീകാരമെന്നാണ് ആരാധകർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെയാണ് ജയസൂര്യ അവാർഡിന് അർഹനായത്. ഞാൻ മേരിക്കുട്ടി കാരണം ജയസൂര്യ ഇന്നും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ജയസൂര്യ. അർഹതപ്പെട്ട അംഗീകാരം പലപ്പോഴും ജയസൂര്യയ്ക്ക് ലഭിച്ചിട്ടില്ലെന്ന് ആരാധകർ പറയുമ്പോഴും കൃത്യസമയത്തു തന്നെയാണ് തനിക്ക് പുരസ്കാരം ലഭിച്ചതെന്നാണ് ജയസൂര്യ പറയുന്നത്. ഞാൻ മേരിക്കുട്ടിയും ക്യാപ്റ്റനും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രമായിരുന്നു. തനിക്ക് കിട്ടിയ അവാർഡ് VP സത്യന്റെ കുടുംബത്തിനും ട്രാൻസ്ജെൻഡേഴ്സിനുമായി സമർപ്പിക്കുന്നുവെന്നും താരം പറഞ്ഞിരുന്നു. VP സത്യന്റെ കഥ പറഞ്ഞ ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി, പ്രേതം 2 എന്നീ ചിത്രങ്ങളാണ് ജയസൂര്യയുടേതായി പുറത്തു വന്നത്. VP സത്യന്റെ ജീവിതം പറഞ്ഞ ക്യാപ്റ്റനും ട്രാൻസ്ജെൻഡറുകളുടെ നൊമ്പരങ്ങൾ കാണിച്ച മേരിക്കുട്ടിയും തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. എന്നാൽ വേണ്ട അംഗീകാരം ലഭിക്കാത്ത കഥാപാത്രത്തെയും അവഗണിക്കപ്പെടുന്ന കഥാപാത്രത്തെയും ജയസൂര്യ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. 2 ചിത്രങ്ങൾക്ക് വേണ്ടിയും ജയസൂര്യ വളരെയേറെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ചിത്രങ്ങൾക്ക് വേണ്ടി ഗംഭീര മേക്ക് ഓവറാണ് താരം നടത്തിയത്. മികച്ച നടനുള്ള പുരസ്കാരം സൗബിനും ജയസൂര്യയും പങ്കെടുക്കുകയായിരുന്നു. പലതവണയും ലഭിക്കാതിരുന്ന അംഗീകാരം ജയസൂര്യയ്ക്ക് ലഭിച്ചതിൽ ആരാധകരും ആഹ്ലാദത്തിലാണ്. ക്യാപ്റ്റനും ഞാൻ മേരിക്കുട്ടിക്കും വേണ്ടി ജയസൂര്യ നടത്തിയ തയ്യാറെടുപ്പുകളെക്കുറിച്ച് സംവിധായകൻ രഞ്ജിത്ത് ശങ്കറിന്റെ വാക്കുകളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത്. ഫുട്ബോൾ എന്തെന്നറിയാതെ ജയസൂര്യ 3 മാസം സിനിമ ചെയ്യാതെ ഫുട്ബോൾ കളിച്ചുവെന്ന് രഞ്ജിത്ത് ശങ്കർ പറയുന്നു. ഒപ്പം ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിന് ശേഷവും ജയസൂര്യ നേരിടുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചും രഞ്ജിത്ത് പറഞ്ഞു. മേരിക്കുട്ടി കാരണം ജയസൂര്യ ത്വക്ക് രോഗത്തിനുള്ള മരുന്ന് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ശാരീരികമായും മാനസികമായും വളരെയേറെ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രമായിരുന്നു മേരിക്കുട്ടിയിലേത്. കഥാപാത്രമാകാൻ വളരെയേറെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിരുന്നു. ജയസൂര്യയെക്കുറിച്ചുള്ള രഞ്ജിത്തിന്റെ വാക്കുകൾ എത്തിയതോടെ പുരസ്കാരം അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരിക്കുകയാണ്. ജയസൂര്യയുടെ ഭാര്യ സരിതയായിരുന്നു ഞാൻ മേരിക്കുട്ടിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ക്യാപ്റ്റന്റെ തിരക്കഥ വായിച്ചതോടെ സത്യന് കൂടുതൽ അറിയാനായി ജയസൂര്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ ബെൽറ്റും ജാക്കറ്റും തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചത്. സിനിമ ചെയ്യുമ്പോൾ ഉടനീളം അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യം തനിക്ക് അനുഭവപ്പെട്ടിരുന്നതായും പലപ്പോഴും ക്യാപ്റ്റനെ മാറാൻ ആ മാനസിക നിലയിൽ എത്തുക എന്നത് ഏറെ വെല്ലുവിളിയിലായിരുന്നുവെന്നും അവാർഡ് സന്തോഷത്തിൽ ജയസൂര്യ പറഞ്ഞു. സത്യനായി മാറുന്നതിനുള്ള തയ്യാറെടുപ്പിനായി സത്യന്റെ ഭാര്യ അനിതയുമായി ജയസൂര്യ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു. ട്രാൻസ്ജെൻഡറുകളുടെ കഥ സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ ആദ്യം കോമഡിയായി ആലോചിച്ചെങ്കിലും അതിനുള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ഏറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ബോധ്യമായെന്നും സിനിമ ചെയ്യുമ്പോൾ ട്രാൻസ്ജെൻഡറുകൾ തന്നെ കാണാൻ വന്നിരുന്നുവെന്നും ജയസൂര്യ പറഞ്ഞു. ഒട്ടേറെ പേർ പുരസ്കാരം കിട്ടുമെന്ന് പറഞ്ഞു. തന്നെ മേരിക്കുട്ടിയെ മാറ്റുന്നതിൽ സരിതയുടെ സഹായം ഏറെയായിരുന്നുവെന്നും 2 കൂട്ടുകാരുടെ സിനിമയിലാണ് പുരസ്കാരം കിട്ടിയെന്നതിൽ സന്തോഷമുണ്ടെന്നും ജയസൂര്യ കൂട്ടിച്ചേർത്തു. വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാട പൈനിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ജയസൂര്യ 17 വർഷം പിന്നിട്ട് മികച്ച നടനായി നിൽക്കുമ്പോൾ ഏതു കഥാപാത്രവും തന്റെ പക്കൽ സുരക്ഷിതമാണെന്ന് തെളിയിക്കുകയായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.